ഞാൻ അഡ്വക്കേറ്റ് ഷൈൻലാൽ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റിനെ പ്രതിനിധീകരിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം നിങ്ങളേവരും അറിഞ്ഞിരിക്കുമല്ലോ. കഴിഞ്ഞ 22 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമേതെന്നും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 22 വർഷക്കാലയളവിലെ രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ എൻ്റെ മുന്നിലെത്തിയ ചെറുതും വലുതുമായ ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഇടപെടുവാനും അതിൽ പരിഹാരം കണ്ടെത്തുവാനും സാധിച്ചു എന്ന ബോധ്യം എനിക്കുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. ദിവസങ്ങളും മാസങ്ങളും ജയിലറകളിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകന് സർവ്വസാധാരണമാണെന്ന തിരിച്ചറിവിൽ എല്ലാ പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് വളരെ സജീവമായി ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ സംഘടനയിൽ നിന്നും ഒറ്റപ്പെടലും അവഗണനയുമാണ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പലപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. പിന്നെ നാളിതുവരെ ഒറ്റയ്ക്കുള്ള പോരാട്ടമായിരുന്നു സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്. എൻ്റെ സംഘടന ചില ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഏറെ വൈകിയാണ് എനിക്ക് മനസ്സിലായത്. ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ഇഷ്ടക്കാരായി നിന്നുകൊണ്ട് അവരുടെ ചൊൽപ്പടിക്ക് പ്രവർത്തിക്കുന്നവരെയാണ് സംഘടനയ്ക്ക് ഇന്ന് ആവശ്യം. എന്നെപ്പോലൊരു ചെറുപ്പക്കാരന് ഒരിക്കലും അത് സാധിക്കില്ല. ഇത്തരം പ്രവണതകൾ സാധാരണക്കാർക്കോ സംഘടനയ്ക്കോ യാതൊരുവിധ പ്രയോജനവും ചെയ്യില്ല എന്ന് മാത്രമല്ല, മറിച്ച് കുത്തക മുതലാളിമാർക്ക് മാത്രം പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. ഞാനെന്നും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുകയും ചെയ്യുന്ന പൊതുസമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇത്തരം ഗൂഢസംഘങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഞാൻ സംഘടനയിൽ നിന്ന് രാജിവെക്കുകയും സ്വതന്ത്രമായി സുതാര്യമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. നമ്മുടെ തിരുവനന്തപുരം നിരവധി നവോത്ഥാന നായകന്മാർക്ക് ജന്മം കൊടുത്ത പുണ്യഭൂമിയാണ്. ഈ മണ്ണിൽ ജനിച്ച് ഇവിടെ രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ സജീവമാകുവാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാനിവിടെ മത്സരിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനി എൻ്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങുന്നത് ഇന്നാട്ടിലെ കർഷകന്റെയും മത്സ്യത്തൊഴിലാളിയുടെയും സാധാരണക്കാരൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ വികസന പദ്ധതികൾ വേഗത്തിലാക്കുവാനും വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സംഘടനയിൽ നിന്ന് രാജിവെച്ച് വർഗീയതര പാത സ്വീകരിച്ചിട്ടില്ല. ഞാനൊന്നും ഒറ്റയ്ക്കാണ്. ഇനിയും അങ്ങനെ തന്നെ തുടരുവാനാണ് ആഗ്രഹിക്കുന്നത്. പലരും എന്നോട് ചോദിക്കുന്നു, BJPയുടെ ബി ടീമാണോ താങ്കളെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ ഒരു വർഗീയ രാഷ്ട്രമാക്കി മാറ്റുവാൻ BJP ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. അതിൻ്റെ അവസാന ഉദാഹരണമല്ലേ മണിപ്പൂർ. അതിന്നും തീരാവേദനയായി മനസ്സിൽ കിടക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങി വെച്ച ഈ പോരാട്ടം ഇന്ന് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ, ചെറുപ്പക്കാരെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിൽ നിന്നും എനിക്ക് കിട്ടുന്ന പിന്തുണ മനസ്സിന് വളരെ ആർജവം നൽകുന്നതാണ്. 26-ാം തീയതി നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ബാലറ്റ് മെഷീനിലെ 9ാമത്തെ നമ്പർ ക്യാമറ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം ഷൈൻ ചെയ്യട്ടെ.